കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിലകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാണ്. മെറ്റൽ ഡിറ്റക്ടർ സിഗ്നൽ കിട്ടി. അവസാനമായി ഫോൺ സ്വിച്ച് ഓഫ് ആയത് രാവിലെ 10:28 ഇന്നലെ സ്വിച്ച് ഓഫ് ആയ ഫോൺ ഇന്ന് രാവിലെ സ്വിച്ച് ഓൺ ആയിരുന്നു. 8 JCBകളാണ് രക്ഷാപ്രവർത്തനത്തിന് ഉള്ളത്. വിവരങ്ങളുമായി ദിസ്നയുണ്ട്. ദിസ്ന, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, അവസാനമായി നമുക്ക് കിട്ടിയ വിവരമാണ് മെറ്റൽ ഡിറ്റക്ടർ സിഗ്നൽ കിട്ടി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവസാനമായി ഫോൺ സ്വിച്ച് ഓഫ് ആയത് രാവിലെ 10:28 ഇന്നലെ സ്വിച്ച് ഓഫ് ആയ ഫോൺ ഇന്ന് രാവിലെ സ്വിച്ച് ഓൺ ആയി എന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 8 JCBകളാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുള്ളത്. അതിൽ 4 JCBകളുമായി 2 വശത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ കനത്ത മഴ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു എന്നൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സമയം സന്ധ്യയാവുന്നു, അതുകൊണ്ട് തന്നെ വെളിച്ചവും മറ്റ് സാഹചര്യങ്ങളും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുവാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അർജുൻ്റെ വീട്ടിലാണ്. അർജുൻ്റെ വീട്ടിലെ നാട്ടുകാരൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ പല നേതാക്കളും സന്ദർശനം നടത്തുന്നുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവനുണ്ട്. ഇത്തരത്തിൽ 4 ദിവസമായി ഇത്തരത്തിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ശരിയായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം 4 ദിവസമായിട്ട് ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഈ വിവരങ്ങളൊക്കെ തന്നെയും കുടുംബം കൈമാറിയിട്ട് പോലും അധികൃതർ യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിട്ടില്ല. തീർച്ചയായും ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താനല്ല ശ്രമിക്കുന്നത്. എന്തായാലും മണ്ണിടിഞ്ഞ് ഈ അർജു സഞ്ചരിച്ചിരുന്ന വാഹനം ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ പറയുന്നത്. ഏതായാലും തിരച്ചിൽ ആ രീതിയിൽ തിരച്ചിൽ ആരംഭിക്കാൻ വൈകി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാ ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. നമ്മളാലാവുന്ന വിധത്തിൽ എല്ലാ അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ കുടുംബത്തിലേക്ക് നേരിട്ട് വിളിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെറ്റൽ ഡിറ്റക്ടറും അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷനും കിട്ടി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളതും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. തീർച്ചയായിട്ടും നാട്ടുകാരൊക്കെ പ്രതീക്ഷിക്കുന്നത് അർജു ജീവനോട് തന്നെ തിരിച്ചെത്തുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാരെല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെയും വലിയ പ്രതീക്ഷയിലാണ്. അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. 19-ാം വയസ്സിലെ വാഹനം ഓടിച്ച് കുടുംബത്തിൻ്റെ വരുമാന മാർഗമായിരുന്നു അർജുൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. എന്തായാലും കുടുംബവും നാട്ടുകാരും ഒക്കെ തന്നെ വലിയ പ്രാർത്ഥനയിലാണ് അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി. അതിനിടയിൽ വലിയ ആരോപണങ്ങളൊക്കെ തന്നെയും ഉയർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നു. ലോറിയുടെ പുതിയ ലൊക്കേഷൻ കണ്ടെത്തി സിഗ്നൽ ലഭിച്ചുവെന്ന വിവരമുണ്ട്. നിലവിൽ ലോറിയുള്ളിടത്ത് ഇനിയും മണ്ണ് മാറ്റിയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥനയോടെ കുടുംബം ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.